ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് കുറച്ച് വെറൈറ്റി സെൻറ്റൻസുകളാണ് കേട്ടോ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ വീഡിയോയുടെ അവസാനം ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് സെൻറ്റൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് സെൻറ്റൻസ് തന്നെ ഇപ്പം നമ്മൾ വീട്ടിലൊക്കെ ഒരുപാട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു സെൻറ്റൻസ് ആണ് കേട്ടോ. വീട്ടിലെന്നല്ല, പുറത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്, നീ പഞ്ചസാര കുപ്പി കണ്ടോ അല്ലേ? ഇപ്പോൾ കിച്ചണിൽ നമുക്കിപ്പം പഞ്ചസാര യൂസ് ചെയ്യാത്ത ആരുമില്ല അല്ലേ, ചുരുക്കം ആളുകളെ ഉണ്ടാകുള്ളൂ. അപ്പം നമ്മൾ ചോദിക്കാറുണ്ട്, നീ പഞ്ചസാര കുപ്പി കണ്ടോ? ഇപ്പോൾ ചായയിലൊക്കെ ഇത്തിരി മധുരം ഇടണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചോദിക്കാറുണ്ടല്ലോ, നീ പഞ്ചസാര കുപ്പി കണ്ടോ? എന്തെങ്കിലും ഒരു വസ്തു കണ്ടോ എന്ന് ചോദിക്കാനും നമുക്ക് ഈ സെൻറ്റൻസ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഡിഡ് യു സീ ദ ഷുഗർ ജാർ? ഡിഡ് യു സീ ദ ഷുഗർ ബോട്ടിൽ? ഡിഡ് യു സീ ദ ഷുഗർ ബോട്ടിൽ എന്ന് പറയാം, അല്ലെങ്കിൽ ബോട്ടിലിൻ്റെ സ്ഥാനത്ത് നമുക്ക് ജാർ എന്ന് യൂസ് ചെയ്യാം. ഇനി ഈ പഞ്ചസാര കുപ്പി അല്ല, വേറെ എന്തെങ്കിലും ഒരു സാധനം നമുക്ക് കണ്ടോ എന്ന് ചോദിക്കണമെങ്കിലും ഡിഡ് യു സീ എന്ന് പറഞ്ഞിട്ട് ബാക്കി എന്താണോ നമ്മുടെ ആവശ്യം എന്നുള്ളത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതുപോലെയാണ് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു സെൻറ്റൻസ് ഹാവ് യു യൂസ് ചെയ്ത് എങ്ങനെ ചോദിക്കാം? ഓൺ ദി സ്പോട്ടിലാണെങ്കിൽ ഹാവ് യു സീൻ ദ ഷുഗർ ബോട്ടിൽ അല്ലെങ്കിൽ ഷുഗർ ജാർ എന്ന് ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് പഞ്ചസാര കുപ്പി അതാ അല്ലെങ്കിൽ പഞ്ചസാര കുപ്പി അവിടെയുണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ദർ ഈസ് ദ ഷുഗർ ബോട്ടിൽ അല്ലെങ്കിൽ ദർ ഈസ് ദ ഷുഗർ ജാർ എന്ന് പറയാം. ദർ ഈസ് ഉണ്ട് അല്ലേ, അവിടെ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ദർ ഈസ് ദ ഷുഗർ ജാർ എന്ന് പറയാം. ഇനി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ദാറ്റ്സ് ദ ഷുഗർ ബോട്ടിൽ അല്ലെങ്കിൽ ദാറ്റ്സ് ദ ഷുഗർ ജാർ എന്ന് പറയാം കേട്ടോ. അതാ പഞ്ചസാര കുപ്പി എന്ന് പറയാൻ വേണ്ടിയിട്ട് അതാണ് പഞ്ചസാര കുപ്പി. അപ്പം ദാറ്റ്സ് ദ ഷുഗർ ബോട്ടിൽ എന്ന് പറയാം, അല്ലെങ്കിൽ ദർ ഈസ് ദ ഷുഗർ ബോട്ടിൽ എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ഈ കുപ്പിയിൽ പഞ്ചസാര ഇല്ല. ഈ കുപ്പിയിൽ പഞ്ചസാരയില്ല എന്നെങ്ങനെ പറയാ? ദർ ഇസ് നോ ഷുഗർ ഇൻ ദിസ് ബോട്ടിൽ അല്ലെങ്കിൽ ദർ ഇസ് നോ ഷുഗർ ഇൻ ദിസ് ജാർ. ദർ ഇസ് നോ ഷുഗർ ഇൻ ദിസ് ബോട്ടിൽ. ഓക്കെ, നെക്സ്റ്റ് പഞ്ചസാര ഇന്നലെ തീർന്നു എന്നെങ്ങനെ പറയാ? പഞ്ചസാര ഇന്നലെ തീർന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്കറിയാം അല്ലേ, ഒരു വസ്തു തീർന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് റാൻ ഔട്ട് എന്ന് പഠിച്ചിട്ടുണ്ട്. ദ ഷുഗർ റാൻ ഔട്ട് യെസ്റ്റർഡേ. ദ ഷുഗർ റാൻ ഔട്ട് യെസ്റ്റർഡേ. പഞ്ചസാര ഇന്നലെ തീർന്നു. ഇനി റാൻ ഔട്ടിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ഫിനിഷ്ഡ് എന്ന് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അതിനേക്കാൾ ഒന്നും കൂടി ബെറ്റർ ആയിട്ടുള്ളത് ദ ഷുഗർ റാൻ ഔട്ട് യെസ്റ്റർഡേ. പഞ്ചസാര ഇന്നലെ തീർന്നു. നെക്സ്റ്റ് ഞാൻ പഞ്ചസാര വാങ്ങാൻ പോവുകയാണ്. ഞാൻ പഞ്ചസാര വാങ്ങാൻ പോവുകയാണ്. ഞാൻ പോവുകയാണ്. ഐ എം ഗോയിങ് ടു ബൈ ഷുഗർ. ഐ എം ഗോയിങ് ടു ബൈ ഷുഗർ. ഞാൻ പഞ്ചസാര വാങ്ങാൻ പോവുകയാണ്. ഐ എം ഗോയിങ് ടു ബൈ ഷുഗർ. ഓക്കെ, നെക്സ്റ്റ് എനിക്ക് 2 കിലോ പഞ്ചസാര വാങ്ങണം എന്നാണ്. അപ്പം ഐ ഹാവ് ടു ബൈ 2 kilograms ഓഫ് ഷുഗർ. I have to buy 2 kilograms of sugar. ഇനി have toന് പകരം നമുക്ക് need to യൂസ് ചെയ്തും പറയാം കേട്ടോ. I need to buy 2 kilograms of sugar എന്ന് വേണമെങ്കിലും പറയാം. നെക്സ്റ്റ് 2 കിലോ പഞ്ചസാര ഉണ്ടാകുമോ അല്ലെങ്കിൽ 2 കിലോ പഞ്ചസാര മതിയോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ടല്ലേ. പഞ്ചസാരക്ക് പകരം വേണമെങ്കിൽ നമുക്ക് ഏത് പ്രൊഡക്റ്റും നമുക്ക് യൂസ് ചെയ്യാം. 2 കിലോ പഞ്ചസാര തികയുമോ അല്ലെങ്കിൽ ഉണ്ടാകുമോ അല്ലെങ്കിൽ മതിയോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പല രീതിയിലും സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. ഈസ് 2 kilos ഓഫ് ഷുഗർ എനഫ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഈസ് അല്ലേ, ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഈസ് 2 kilos ഓഫ് ഷുഗർ ഇനഫ്. 2 കിലോ പഞ്ചസാര ഉണ്ടാകുമോ അല്ലെങ്കിൽ 2 കിലോ പഞ്ചസാര മതിയോ അല്ലെങ്കിൽ ഉണ്ടാകുമോ അല്ലെങ്കിൽ തികയുമോ ഇങ്ങനെയൊക്കെ ചോദിക്കാം. നെക്സ്റ്റ് ഇപ്പോൾ 2 കിലോ പഞ്ചസാര മതി. ഇപ്പോൾ 2 കിലോ പഞ്ചസാര മതി എന്നെങ്ങനെ പറയാം? 2 kilos ഓഫ് ഷുഗർ ഈസ് ഇനഫ് ഫോർ നൗ. 2 kilos ഓഫ് ഷുഗർ ഈസ് ഇനഫ് ഫോർ നൗ. ഇപ്പോൾ 2 കിലോ പഞ്ചസാര മതി. നെക്സ്റ്റ് ഞാൻ പഞ്ചസാര ഉപയോഗിക്കാറില്ല. ഞാൻ പഞ്ചസാര ഉപയോഗിക്കാറില്ല എന്നെങ്ങനെ പറയാ? ഞാൻ ഉപയോഗിക്കാറില്ല. ഐ ഡോണ്ട് യൂസ് ഷുഗർ അല്ലേ. ഐ ഡോണ്ട് യൂസ് ഷുഗർ. ഞാൻ പഞ്ചസാര ഉപയോഗിക്കാറില്ല. നെക്സ്റ്റ് അവൻ പഞ്ചസാര വാങ്ങാൻ മറന്നു. ഇത് നമ്മൾ പറയാറുണ്ടല്ലോ, ഇപ്പോൾ കടയിലേക്ക് പറഞ്ഞയച്ചതാണ് പഞ്ചസാര വാങ്ങാൻ. അവൻ പഞ്ചസാര വാങ്ങാൻ മറന്നു. എങ്ങനെ പറയാ? ഹി ഫോർഗോട്ട്. അവൻ മറന്നു ടു ബൈ ദ ഷുഗർ.
ടു ബൈ ദ ഷുഗർ അല്ലേ, അവൻ പഞ്ചസാര വാങ്ങാൻ മറന്നു. ഹി ഫോർഗോട്ട് ടു ബൈ ദ ഷുഗർ. ഓക്കെ, നെക്സ്റ്റ് അവൻ പഞ്ചസാര വാങ്ങിയില്ല എന്നിങ്ങനെ പറയാ. അവൻ പഞ്ചസാര വാങ്ങാൻ മറന്നു എന്ന് നമ്മൾ പറഞ്ഞു. അവൻ പഞ്ചസാര വാങ്ങിയില്ല. ഹി ഡിഡിൻ ബൈ ദ ഷുഗർ അല്ലേ, വാങ്ങിയില്ല എന്നാണ്. സോ ഹി ഡിഡിൻ ബൈ ദ ഷുഗർ, അവൻ പഞ്ചസാര വാങ്ങിയില്ല. നീ പഞ്ചസാര വാങ്ങിയില്ലേ എന്നിങ്ങനെ ചോദിക്കുക. നീ പഞ്ചസാര വാങ്ങിയില്ലേ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ. ഡിഡിൻ യു ബൈ ദ ഷുഗർ, ഡിഡിൻ യു ബൈ ദ ഷുഗർ അല്ലേ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ഡിഡിൻ യു ബൈ ദ ഷുഗർ, നീ പഞ്ചസാര വാങ്ങിയില്ലേ. നെക്സ്റ്റ്, എനിക്ക് പഞ്ചസാര കിട്ടിയില്ല. ഒരുപാട് സമയം നമ്മൾ പഞ്ചസാരയൊക്കെ തിരഞ്ഞു, പക്ഷെ നമുക്ക് കിട്ടിയില്ല. ഇങ്ങനെ പറയാറുണ്ടല്ലോ, എനിക്ക് പഞ്ചസാര കിട്ടിയില്ല. നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യാറുള്ള സെൻറ്റൻസ് ആണല്ലേ. ഐ ഡിഡിൻ ഗെറ്റ് ദ ഷുഗർ, ഐ ഡിഡിൻ ഗെറ്റ് ദ ഷുഗർ, എനിക്ക് പഞ്ചസാര കിട്ടിയില്ല. നെക്സ്റ്റ്, നീ ഫോൺ എടുക്കരുത്. ഇപ്പം മക്കളോടൊക്കെ നമ്മൾ പറയാറുള്ള ഒരു സെൻറ്റൻസ്, നീ ഫോൺ എടുക്കരുത്. ഈ അരുത് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? ഡോണ്ട് എന്നാണ് അല്ലേ. അപ്പം നീ ഫോൺ എടുക്കരുത്. യു ഡോണ്ട് പിക്കപ്പ് ദ ഫോൺ, യു ഡോണ്ട് പിക്കപ്പ് ദ ഫോൺ, നീ ഫോൺ എടുക്കരുത്. നെക്സ്റ്റ്, നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ഞാൻ ഫോൺ എടുത്തിട്ടില്ല. ഞാൻ ഫോൺ എടുത്തിട്ടില്ല എന്നെങ്ങനെ പറയാം? നേരത്തെ പറഞ്ഞത് നീ ഫോൺ എടുക്കരുത് എന്ന് നമ്മൾ ഒരാളോട് പറയാണ്. ഇപ്പം പറയുന്നത് ഞാൻ ഫോൺ എടുത്തിട്ടില്ല എന്നെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കണും ഓൺ ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് വെക്കുക. കുറച്ച് തിരക്ക് കാരണമാണ് വീഡിയോസൊക്കെ കുറഞ്ഞു വരുന്നത് കേട്ടോ. അപ്പം ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.